നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇഡിയുടെ വരവിൽ വളരെ ജാഗ്രതയോടെയാണ് സിപിഎമ്മും AKG സെന്ററിലുമൊക്കെ ക്ലിഫ് ഹൗസിലുമൊക്കെ പ്രതിരോധം തീർക്കാൻ ഒരുങ്ങുന്നു. വീണയ്ക്ക് മുൻകൂർ ജാമ്യമടക്കം എല്ലാ രക്ഷാമാർഗങ്ങളും തേടാൻ ആലോചനയും തുടങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട മാസപ്പടി വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്ത സാഹചര്യത്തിൽ എല്ലാവിധ മുൻകരുതലും എടുക്കാൻ CPM ശ്രമിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചർച്ച നടത്തി കഴിഞ്ഞു. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മുഖ്യമന്ത്രിക്ക് എല്ലാ പിന്തുണയും അറിയിച്ചു കഴിഞ്ഞു. AKG സെന്ററിലേക്ക് പോലും ഈ അന്വേഷണം എത്തുമെന്ന് CPMന് ഉറപ്പുണ്ട്. വീണ വിജയന്റെ കമ്പനി ആദ്യം രജിസ്റ്റർ ചെയ്തത് AKG സെന്ററിന്റെ വിലാസത്തിലായിരുന്നു. ഇതിന്റെ സാഹചര്യവും ഇതിനായി വീണ നൽകിയ രേഖകളുമെല്ലാം ED പരിശോധിക്കുന്നുണ്ട്. AKG സെന്ററിലേക്ക് അന്വേഷണ ഏജൻസികളെ കയറ്റില്ല എന്നാണ് CPM പറയുന്നത്. ക്ലിഫ് ഹൗസിലേക്ക് ED എത്തിയാൽ എന്ത് ചെയ്യുമെന്നതും കൂട്ടായ തീരുമാനത്തിലൂടെ ആലോചിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ബിനീഷിന്റെ അറസ്റ്റിന് പിന്നാലെ കോടിയേരി ബാലകൃഷ്ണന്റെ തിരുവനന്തപുരത്തെ വീട് റെയ്ഡ് ചെയ്യാൻ ED സംഘം എത്തിയപ്പോൾ പ്രതിരോധിക്കാൻ പോലീസിനെ മുതൽ ബാലാവകാശ കമ്മീഷനെ വരെ ഇവർ രംഗത്തിറക്കിയിരുന്നു. വേണ്ടി വന്നാൽ ഈ തരത്തിലുള്ള പ്രതിരോധങ്ങളും പ്ലാൻ ചെയ്യും. ക്ലിഫ് ഹൗസും പരിസരവും കനത്ത പോലീസ് സുരക്ഷയിലാണ് ഇപ്പോഴുള്ളത്. ഈ സാഹചര്യത്തിൽ EDയെ വേണമെങ്കിൽ പോലീസിനെ തടയാം. കോടതി വാറണ്ടുമായി ED എത്തുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് തിരിച്ചടിയാകുമെന്ന അഭിപ്രായം പോലും CPMൽ ഉയരുന്നുണ്ട്. വ്യക്തമായ നിയമോപദേശം തേടിയ ശേഷമാകും ഇനി CPM ഓരോ ചുവടും വെക്കുക. ഡൽഹി പോലീസ് കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിനായതിനാൽ ഇത്തരം പ്രതിരോധമൊന്നും കൂടാതെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അനായാസം കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെ ഇത്തരം സാഹചര്യമുണ്ടായാൽ ബംഗാൾ മോഡലും മുന്നിലുണ്ട്. 2019 ശാരദാ ചിട്ടി കേസ് അന്വേഷണത്തിനിടെ കൊൽക്കത്ത സിറ്റി പോലീസ് കമ്മീഷണറെ ചോദ്യം ചെയ്യാനെത്തിയ CBI ഉദ്യോഗസ്ഥരെ ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും മമതാ ബാനർജി നേരിട്ട് രംഗത്തിറങ്ങിയ വിഷയത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്തതാണ്. രാജ്യം മുഴുവൻ ഇത് ശ്രദ്ധിച്ചതുമാണ്. അതുപോലെ ഇവിടെയും ലോക്കൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് സമ്പൂർണ്ണ നിയന്ത്രണം സർക്കാരിനും മുഖ്യമന്ത്രിക്കും എടുക്കാനും അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് നിയമപരിധികൾ കൊണ്ട് ഈ ഏജൻസികളെ പ്രതിരോധിക്കാനുമുള്ള ശ്രമങ്ങൾ ഇനി ഉണ്ടാകും. അപ്പോഴും കോടതികളിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമോ എന്ന വിഷയവും CPMനെ അലട്ടുന്നുണ്ട്. ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് വീണയ്ക്കെതിരായ അന്വേഷണങ്ങളെല്ലാം ഇപ്പോൾ നടക്കുന്നത്. ഈ ഉത്തരവിൽ കരിമണൽ കമ്പനിയായ CMRLനെ ചോദ്യം ചെയ്യാതെ പിഴയടച്ച് തലയൂരിപ്പോയതുമാണ്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവിലെ നിരീക്ഷണങ്ങളെ കരിമണൽ കർത്തയ്ക്കോ മറ്റാർക്കുമോ തള്ളിപ്പറയാൻ കഴിയുകയുമില്ല. പല കോണുകളിൽ നിന്നും ഇത്തരത്തിലുള്ള അഭിപ്രായം ഉയരുന്നുണ്ട്. ഈ സാഹചര്യവും മുഖ്യമന്ത്രിയുടെ മകൾക്ക് പ്രതികൂലമായി തന്നെ വരും. വീണയുടെ കമ്പനിക്ക് സേവനം വാങ്ങാതെ പണം കൊടുത്തുവന്ന ബോർഡിന്റെ ഉത്തരവിന്റെ ഭാഗവും അതുകൊണ്ട് തന്നെ പ്രസക്തമാവുകയാണ്. ഇതെല്ലാം പരിഗണിച്ച് വിശദമായ നിയമോപദേശവും സുപ്രീം കോടതിയിലെ ചില മുതിർന്ന അഭിഭാഷകരിൽ നിന്നും മുഖ്യമന്ത്രിയുടെ കുടുംബം തേടിക്കഴിഞ്ഞുവെന്നാണ് സൂചന. കോടതിയുടെ അനുകൂല തീരുമാനമുണ്ടായെങ്കിൽ വീണ അറസ്റ്റിലാകുമെന്ന യാഥാർത്ഥ്യം മുഖ്യമന്ത്രിയും റിയാസും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് മുൻകരുതലെടുക്കാനാണ് തീരുമാനം. ഏതായാലും വീണ വിജയനെ കേന്ദ്ര ഏജൻസികൾക്ക് വിട്ടുകൊടുക്കില്ല എന്നാണ് ഇപ്പോൾ CPMന്റെയും പിണറായിയുടെയും ഒക്കെ തീരുമാനം. എല്ലാ സാധ്യതകളും തേടുകയും ചെയ്യും. അറസ്റ്റ് ഒഴിവാക്കാനായി ഏതറ്റം വരെയും പോകും. നേരത്തെ കർണാടക കോടതിയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെതിരെ വീണ ഹർജി നൽകിയിരുന്നു. അത് വലിയ തിരിച്ചടി വീണയ്ക്കുണ്ടാക്കി. അതുപോലെ തന്നെ നിയമ പോരാട്ടത്തിൽ പഴുതുകൾ അടച്ച ശേഷം മാത്രമേ ഇനി മുമ്പോട്ട് പോകൂ എന്ന് ഉറപ്പാക്കിക്കൊണ്ടുള്ള ചലനങ്ങളാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. EDയുടെ വരവിൽ ജാഗ്രതയോടെയാണ് CPMും ക്ലിഫ് ഹൗസും പിണറായി വിജയനും മുഹമ്മദ് റിയാസും വീണയുമെല്ലാം ഇപ്പോൾ വ്യക്തമായും കൃത്യമായും അറസ്റ്റിലാകുമെന്ന പേടിയും ഇപ്പോഴുണ്ടായിട്ടുണ്ട്.